അതിമനോഹരമായ സംഗീതത്തിൻ്റെ തിരുവോണ സദ്യ ഒരുക്കി വയനാട് വിഷൻ മിൻമാൾ സ്മാർട്ട് സിംഗർ ഗ്രാൻഡ് ഫിനാലെ തുടരുകയാണ്. ഇഷ്ടഗാനം റൗണ്ടിൽ അടുത്ത ഗാനം ആലപിക്കാൻ ആരാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ജഡ്ജസ് പ്ലീസ്. അടുത്തത് നമുക്ക് വരുന്നത് സായുജ്യ. സായുജ്യ പ്ലീസ്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. വീണ്ടും പറയാൻ പറ്റി. എനിക്ക് തോന്നുന്നു ഇനി ഫൈനൽ 6 വന്നാൽ ഒരു ഹാപ്പി ഓണം കൂടി പറയേണ്ടി വരും എന്നാണ്. മോള് ഇപ്പൊ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഇഷ്ടഗാനം ഏതാണ് പറയൂ. വാർമുകിലാണോ? അങ്ങനെയല്ല, എന്നാലും അതല്ല ഞാൻ ഉദ്ദേശിച്ചത് തന്നെയല്ലേ, അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ നന്നായിട്ട് പാട്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.
സയുജ്യ നല്ല മനോഹരമായിട്ട് പാടിയിട്ട് എനിക്ക് പേഴ്സണലി മോള് കഴിഞ്ഞ ദിവസം പാടിയതിനേക്കാളും ഈ പാട്ടാണ് കുറച്ചുകൂടി എനിക്കിഷ്ടമായത്. പക്ഷേ എൻ്റെ ഇഷ്ടമല്ല, ഇവർ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നല്ല പാട്ടായിരുന്നു. രവീന്ദ്ര മാഷിന് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, അപ്പം ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്ത മത്സരാർത്ഥി ആരാന്നുള്ളത് നമുക്ക് നോക്കാം. ജഡ്ജസ് പ്ലീസ്. അടുത്തത് മേഘ്ന. മേഘ്ന. മേഘ്ന വീണ്ടും ഹാപ്പി ആണോ? ഹാപ്പി ഓണം. 100-100-ലാണല്ലോ വരണം, വന്നിടിച്ച് പോവും. സന്തോഷം കൊണ്ടാണോ? ആണ്. ഓക്കെ, അപ്പൊ അന്ന് നന്നായിട്ട് പാടി, അതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ റൗണ്ടിൽ വേഗം വരാൻ പറ്റിയില്ലേ? ഹാപ്പിയാണ് ഇപ്പൊ? ഹാപ്പിയാണ്. ഏത് പാട്ടാണ് മോള് ഇപ്പൊ ഈ റൗണ്ടിൽ പാടണത്? മേഘരാഗം. മേഘരാഗം. കാക്കക്കുയിലെ മേഘരാഗം അടിപൊളിയാവട്ടെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് പ്ലീസ്. താങ്ക് യു. മേഘരാഗം നിറുകിൽ തൊട്ടു മേലേ നിൽക്കുവാനം വാനം വാനം ദൂരെയെങ്ങോ മിഴിയും നട്ടു പോൽ നിൽക്കു യാമം 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 മേഘരാഗം നിറുകിൽ തൊട്ടു മേലേ നിൽക്കുവാനം. ഇളവിയിൽ മണിവളയണിയണ ദിനവയലുകൾ തോറും കതിർമണിയുടെ നിരതിരയുക ഗുരു ഗുരു ഗണപ്രാവേ. ഇളവിയിൽ മണിവളയണിയണ ദിനവയലുകൾ തോറും കതിർമണിയുടെ നിരതിരയുക ഗുരു ഗുരു ഗണപ്രാവേ. മരതകമണി ഇനിയും ഇനിയും ഇതു കവരുകയാണോ? കനക കസവു ചിറകുമായി പതുങ്ങി പതുങ്ങി പറന്നുവാ. പകരം നിനക്കു തരുന്നു ഞാൻ എൻ്റെ പവിഴ ചുണ്ടിലെ മൊഴിമഴ മൊഴിമഴ മൊഴിമഴ. മേഘരാഗം നിറുകിൽ തൊട്ടു മേലേ നിൽക്കു വാനം. പുതിയൊരു മലരിതൾ വിരിയണ ദിവസമിതറിയില്ലേ? കണിയുണരണമതിലി നീയൊരു നറുതിരി തെളിയണം. പുതിയൊരു മലരിതൾ വിരിയണ ദിവസമിതറിയില്ലേ? കണിയുണരണമതിലി നീയൊരു നറുതിരി തെളിയണം. കുറുകുടലുകൾ കുരവതി വില ചെറുനിറപറവേണം. കൊതിച്ചു കൊതിച്ചിങ്ങടുത്തുവാ, കളിച്ചു ചിരിച്ചു രസിച്ചുവാ. പകരം നിനക്കു തരുന്നു ഞാൻ എൻ്റെ പുലർ മനസ്സിലെ കണിമഴ കണിമഴ കണിമഴ. മേഘരാഗം നിറുകിൽ തൊട്ടു മേലേ നിൽക്കു വാനം 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 ദൂരെ
മേഘ്ന നല്ല അതിമനോഹരമായിട്ട് തന്നെ മോള് പാടി, എല്ലാവർക്കും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി. പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് ആണ് പറയേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മത്സരാർത്ഥികൾ അവർക്കിഷ്ടമുള്ള പാട്ടുകളാണ് ഈ റൗണ്ടിൽ പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഗാനം ആലപിക്കാനെത്തുന്നത് ആരാണെന്നുള്ളത് നമുക്ക് ചോദിക്കാം. ജഡ്ജസ് പ്ലീസ്. അടുത്തതായി ഫേവറേറ്റ് സോങ് റൗണ്ടിൽ അവനിജ. അവനിജ പ്ലീസ്. അവനിജയാണ് ആക്ച്വലി നമ്മുടെ ഈ ഒരു ഗ്രാൻഡ് ഫിനാലേക്ക് തുടക്കം കുറിച്ചത്. ഓക്കെ, ഏത് പാട്ടാണ് മോള് പാടുന്നത് പറയൂ. ലഗിജാഗലെ. എല്ലാവർക്കും ഇഷ്ടമുള്ള മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ നന്നായിട്ട് പാട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലഗിജാഗലെ के फिर हंसी रात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो. लग जा गले के फिर हंसी रात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो. लग जा गले हमको मिली है आज घड़ियां नसीब से. हमको मिली है आज घड़ियां नसीब से. जी भर के देख लीजिए हमको करीब से, फिर आपके नसीब में ये बात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो. लग जा गले पास आएंगे हम नहीं आएंगे बार बार. पास आएंगे हम नहीं आएंगे बार बार. बाहें गले में डाल पे हम रोले जार जार. आँखों से फिर ये प्यार के बरसात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो. लग जा गले के फिर हंसी रात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो. लग जा गले അവനിജ ഓക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു അവനിജ സംസാരിക്കുമ്പോൾ മാത്രമാണ് ചുമച്ചുകൊണ്ടിരിക്കുന്നത്, പാടുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു അവനിജ ചുമക്കരുത് ചുമക്കരുത്. അതുകൊണ്ടാണ് നന്നായിട്ട് പാടി. ഇനി ബാക്കി കാര്യങ്ങൾ ജഡ്ജസ് പറയട്ടെ. ഓക്കെ, വെയിറ്റ് ചെയ്യാം.
വയനാട് വിഷൻ മിൻബാൾ സ്മാർട്ട് സിംഗർ ഗ്രാൻഡ് ഫിനാലെ തുടരുകയാണ്. ഇനി ഫേവറേറ്റ് സോങ് റൗണ്ടിൽ ഗാനം ആലപിക്കാനെത്തുന്ന അടുത്ത മത്സരാർത്ഥി ആരാണെന്നുള്ളത് ജഡ്ജസിനോട് ചോദിക്കാം, പ്ലീസ്. അടുത്തത് നിയങ്ക. നിയങ്ക. നിയങ്കി ഞെട്ടി. നിയങ്ക വരൂ. ശോ, എന്തായിരുന്നല്ലേ നമ്മൾ പനിച്ച് വിറച്ചൊക്കെ പാടിയിട്ട് ഇത്ര പെട്ടെന്ന് ഇപ്പം നമ്മുടെ ജഡ്ജ് നിയങ്ക എന്ന് പറഞ്ഞപ്പോൾ നിയങ്കയ്ക്ക് തന്നെ അത്ഭുതം. ഇത്രയും പെട്ടെന്നൊന്നും വരുമെന്ന് വിചാരിച്ചില്ല. കുട്ടിക്ക് ഭയങ്കര പനിയാണ് നേരത്തെ വന്ന. ഇപ്പം നിങ്ങൾ അടുത്തടുത്താണല്ലോ വന്ന് രണ്ടുപേരും. പനിക്കാർ അടുത്തടുത്ത് ചുമച്ചുകൊണ്ടിരിക്കുകയാണ്. ആള് കഴിഞ്ഞ പാട്ട് നന്നായിട്ട് പാടിയോ? മോള് വിചാരിച്ച പോലെയൊക്കെ പാടാൻ പറ്റിയോ? അപ്പോൾ കുഴപ്പമില്ലാതെ പാടാൻ പറ്റി. അപ്പോൾ നമ്മൾ പാട്ടിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പക്ഷെ വെറുതെ നിൽക്കുമ്പോഴാണ് അല്ലേ. ഇപ്പം ചൂടൊക്കെ കുറവുണ്ടല്ലോ, ഇന്നലത്തെ അത്ര പനിയൊന്നുമില്ല. അപ്പം ഇന്ന് ഏത് പാട്ടാണ് പാടണം മോള്? എല്ലാവർക്കും ഭയങ്കര മനസ്സിൽ തറയ്ക്കുന്ന ഒരു പാട്ടാണ്. മോള് നന്നായിട്ട് പാടണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
നിയങ്ക സൂപ്പറായിരുന്നു കേട്ടോ, നന്നായിരുന്നു. പിന്നെ ജഡ്ജ്മെൻ്റൊക്കെ അവരാണ് പറയേണ്ടത്, പക്ഷെ എങ്കിൽ കൂടി നമുക്ക് വെറുതെ കേൾക്കുമ്പോൾ തന്നെ സങ്കടം വരുന്ന പോലുള്ളൊരു പാട്ടാണത്. മോള് ഈ ചെറു ശബ്ദത്തിൽ ഇങ്ങനെ കേൾക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. ഓക്കെ, ബാക്കിയൊക്കെ അവർ പറയട്ടെ. മോള് പോയിട്ട് റെസ്റ്റ് എടുക്കുക. നമ്മൾ അടുത്ത ഫൈനൽ 6 ഉണ്ടെങ്കിൽ ഇനിയും പാടാനുള്ളതാണ്. ഓക്കെ.